ദിലീഷ് പോത്തൻ, പ്രശാന്ത് അലക്സാണ്ടർ ഒക്കെ അഭിനയിച്ച ഒരു മലയാളം സിനിമ OTT റിലീസ് ചെയ്യുന്നത് മനസാ വാച മനോരമ മാക്സിലാണ് സ്ട്രീം ചെയ്യുന്നത്. ആശീർവാദ് ആർട്ടയുടെ അഡ്വർടൈസ്മെന്റ് കണ്ടവർക്കറിയാം, ഞങ്ങൾ ഇത്രയും ക്വാളിറ്റിയുള്ള ഗോതമ്പ് മണികൾ ഇന്ന സ്ഥലത്ത് പോയി കണ്ടുപിടിച്ച് കൊണ്ടുവന്നതാണെന്നൊക്കെ പറയണ്ടല്ലോ. അതേപോലെയാണ് മനോരമ മാക്സ്. ആർക്കും വേണ്ടാത്ത ചവറ കൂട്ടാനുള്ള ഒരു മൂല എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അതുകൊണ്ട് തന്നെ ഭയങ്കര ലോ എക്സ്പെക്ടേഷനിൽ കണ്ട പടമാണ്. സ്റ്റിൽ ദിലീഷ് പോത്തൻ ആയിരുന്നു എന്നെ ഈ സിനിമ കാണാൻ പ്രേരിപ്പിച്ചത്. ക്രേസി ഗോപാലൻ സിനിമ കണ്ടവർക്കറിയാം, ദിലീപ് കട്ട് കഴിഞ്ഞിട്ട് പോകുമ്പോൾ ഒരു ചീട്ട് എഴുതി വെക്കുകയായിരുന്നു. അതേപോലെ തന്നെ ഇതിൽ നമ്മുടെ ദിലീഷ് പോത്തൻ ചെയ്യുന്ന ക്യാരക്ടറാണ് ധാരാവി ദിനേശൻ. ആള് കക്കാൻ പോണതിന് മുമ്പ് പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് പാട്ട് പാടും. അപ്പൊ എനിക്ക് ഭയങ്കര ഒരു ഇൻട്രസ്റ്റ് തോന്നി, കാരണം നൈസ് ക്യാരക്ടർ, അത്യാവശ്യം കൂൾ ആയിട്ടുള്ള ഒരു പ്ലോട്ട്. അപ്പൊ ഞാൻ വെച്ചാൽ നല്ല പടമായിരിക്കും പറഞ്ഞ കണ്ട്. അപരാധം പോലും പറയാൻ പറ്റില്ല, അപരാധം തോറ്റുപോകും. കാരണം അപരാധമാണെന്ന് വെച്ചാൽ നമുക്കൊരു കോമാളി മൂഡിലൊക്കെ ഇരുന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെയും കണ്ടു തീർക്കുക. ഇത് ഉറക്കും. 3 ദിവസം എന്തോ ആയി കാണാൻ തുടങ്ങിയിട്ട്, ആൻഡ് ഫൈനലി ഇന്നാണ് കഴിഞ്ഞത്. അതിൽ എനിക്ക് സങ്കടമുണ്ട്. ഇനി ഞാൻ എങ്ങനെ ഉറങ്ങും? 2 മണിക്കൂർ പടമുള്ളൂ, അത് കണ്ടു തീരാൻ അത്യാവശ്യം ശ്രമമാണെന്ന് പറയാം. എന്നാൽ അറ്റ്ലീസ്റ്റ് ഈ ധാരാവി ദിനേശൻ പറഞ്ഞ ക്യാരക്ടറെങ്കിലും എക്സ്പ്ലോർ ചെയ്യുക, അതുമില്ല. എനിക്ക് തോന്നുന്നു ദിനീഷ് പോത്തനെ എങ്ങനെ കൺവിൻസ് ചെയ്യിപ്പിച്ച ഒരു ക്യാരക്ടറാണെന്നാണ് മനസ്സിലാവാത്തത്. ആള് ചിലപ്പോൾ വിചാരിച്ചിട്ടുണ്ടാവും, ഞാൻ ഇങ്ങനെ കുറച്ച് ചവർ ചെയ്യാം, കുറച്ച് പൈസ ഉണ്ടാക്കാം, എന്നിട്ട് ലോ ബഡ്ജറ്റുള്ള ക്വാളിറ്റി പടങ്ങളിൽ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യാം, ക്രോർസ് ആൻഡ് ക്രോർസ് സമ്പാദിക്കാം, അങ്ങനെ വിചാരിച്ചിട്ടാണോ എന്ന് എനിക്കറിയില്ല. ആൻഡ് ആക്ച്വലി ദിസ് മൂവി ഇസ് എ സ്കാം എന്ന് ഞാൻ പറയുള്ളൂ. ഇതിന്റെ പോസ്റ്റേഴ്സ് ഒക്കെ നോക്കിയാൽ അറിയാം, പ്രശാന്ത് അലക്സാണ്ടറും ദിലീഷ് പോത്തനും നെഞ്ചും വിരിച്ച് നിൽക്കുന്നതാണ്. ആൻഡ് ഇതിൽ പ്രശാന്ത് അലക്സാണ്ടർ ലാസ്റ്റ് 5 മിനിറ്റേ വരുന്നുള്ളൂ.